ഇന്ന് പൊങ്കലൊക്കെ അല്ലേ, എന്നാൽ ഞാൻ കരുതി കുറച്ച് ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന്. ഉഴുന്ന് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒരല്പം വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് നോക്കിയാൽ മതി. പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ പാകമായിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി ഇതിലേക്ക് ചേർക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ എൻ്റെ അടുത്ത് മല്ലിയില കൂടി ഉണ്ടായിരുന്നു, അതുകൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ഞാൻ കുറച്ച് ക്യാരറ്റ് കൂടെ അരിഞ്ഞെടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അരിപ്പൊടി ചേർക്കാൻ നേരത്തെ മറന്നുപോയതുകൊണ്ട് ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെള്ളം ഇതുപോലെ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഉഴുന്നുവടയുടെ ആകൃതിയിലാക്കി ഇത് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരാം. ഇതുണ്ടാക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് ഉള്ളു വെന്ത് കിട്ടില്ല. ഇനി ഇതവിടെ ചായ ഇരിക്കുന്ന അരിപ്പയുടെ മുകളിൽ വെച്ചിട്ട് ഇത് വേഗത്തിൽ ചെയ്തെടുക്കാമെന്ന് എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അത് ട്രൈ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ബാക്കിയുള്ളതെല്ലാം ഞാൻ അതുപോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്.